കൊല്ലത്തെ ഒരു വീട്ടിൽ നിന്നും സ്വാന്തന ചേരുന്നുണ്ട്. സ്വാന്തന, എപ്പോഴും ഈ അടുക്കളയുടെ ഭാരം സമൂഹം വെച്ചു കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മേലാണ്. അത് മറ്റൊരു വിഷയം തന്നെയാണ്. ഇതിപ്പോ ആ ഭാരത്തിന് പുറത്താണ് ഈ വിലവർധന. അത് സഹിക്കാൻ പറ്റാത്തതായിരിക്കും അല്ലെ? എന്താണ് സ്ത്രീകൾ പറയുന്നത്? റോഷ്നി, മലബാർ ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ വരുന്ന ഇടങ്ങളിലൊന്നും അങ്ങനെ വില കൂട്ടാൻ പറ്റില്ല. പക്ഷെ അവരും അത് കൂട്ടാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ്. അപ്പൊ എന്തായാലും ഹോട്ടലിൽ പോയി കഴിക്കാമെന്നൊക്കെയുള്ള സാധാരണക്കാരുടെ ആഗ്രഹത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പം നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാന്നാണ്. പക്ഷെ വീട്ടിലെ സ്ഥിതിയും എന്താ പറയാ, വളരെ മോശമാണ് എന്നുള്ളതാണ്. കാരണം കൂടിയത് 60 രൂപയാണ് എങ്കിലും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ കുടുംബ ബജറ്റിന്റെ താളം പൂർണ്ണമായും തെറ്റിക്കുന്ന ഒരു വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരിത്ത നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് ഒരുക്കി വരുന്നത്. അറിഞ്ഞായിരുന്നോ ഗ്യാസിന്റെ വില കൂടിയത്? 60 രൂപ കൂടി. ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ഗ്യാസ് തീരാറായി. ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നോ നാളെയോ ആയിട്ട് ഉമ്മ എന്നോട് പറയുകയായിരുന്നു ഗ്യാസ് ഉടനെ ബുക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇത് ഒരു നമുക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അടിയായി പോയി. കാര്യം നമ്മൾ സാധാരണക്കാരുടെ നിലയ്ക്ക് നമുക്ക് ഓരോ സാധനത്തിന്റെ എല്ലാ കണക്കുകളും കൂടി വരുന്ന സമയത്ത് ഒരാളുടെ വരുമാനത്തിൽ തീരെയും പിടിച്ചിരിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോന്നിനും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഓരോ വില കൂട്ടുന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വില കൂട്ടിയാൽ നമ്മൾ സാധാരണക്കാരുടെ നിലയ്ക്ക് തകർന്നു പോകത്തേ ഉള്ളൂ. സത്യം ഒരു ഗ്യാസ് എത്ര ദിവസത്തേക്കൊക്കെ നമുക്ക് ഒരു വീട്ടിൽ നിലനിൽക്കും? ഞങ്ങൾ 7 അംഗ കുടുംബമാണ്. ഞങ്ങൾ 7 പേരാണ്. ഞങ്ങൾ ഫാമിലി, ഞങ്ങൾ 5 പേരും വാപ്പായും ഉമ്മായി അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 ആഴ്ചയാകുമ്പോൾ ഗ്യാസ് തീരും. എടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, ഞങ്ങൾക്ക് എടുത്തേ പറ്റൂ. 2 ദിവസം കൊണ്ടേ പറയുന്നത് എടുക്കാൻ. എന്തെന്നാലും കുഞ്ഞുങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുമ്പോൾ വെള്ളം കൊടുക്കാനും എടുക്കാനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന 7:30 വന്നവരുണ്ട്, 8 മണിക്ക് വന്നവരുണ്ട്. അതെല്ലാം വരുമ്പോഴത്തേനും അതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ട്. ആഴ്ചയിൽ ഒരു മാസം ഇപ്പോൾ ഏതാണ്ട് 2 തവണയൊക്കെ നമ്മൾ ഗ്യാസ് എടുക്കുമെന്ന് തോന്നല്ലേ? രണ്ടെടുക്കും ഞങ്ങൾ. 2 തന്നെ ഞങ്ങൾക്ക് തികയത്തില്ല. പിന്നെ അങ്ങനെ ഇതാക്കി പിടിക്കുന്നതേ ഉള്ളൂ. എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാര്യം ഗ്യാസ് ഇല്ലാതെ ഇപ്പോൾ അത് വേറൊരു ഓപ്ഷൻ ഇല്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ചിലവുകളുള്ള സ്ഥിതി. ഒരു ചായ തന്നെ ആയാലും അടുപ്പിലൊക്കെ തിളപ്പിച്ച് വരുമ്പോൾ ഒരു സമയം എടുക്കും. നമ്മളിനി എത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഗ്യാസ് എടുക്കാതെ പറഞ്ഞൊരു 12,000 രൂപ ഒരു മാസം ഗ്യാസിന് വേണ്ടി മാത്രം. തീർച്ചയായും അതിന് ചിലപ്പം സംസാരം തന്നെ നടക്കും. കാര്യം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ എത്ര ഇനി സൂക്ഷിച്ച് ഉപയോഗിച്ചാലും 2 ആഴ്ച നടിക്കുമ്പോൾ ഗ്യാസ് തീരും വീട്ടിൽ. പിന്നെ നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ല. ഒരാളൊക്കെയാണ് വരുമാനമുള്ള ആളൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായും. പിന്നല്ല അവിടെ ഇക്ക മാത്രമാണോ ജോലിക്ക് പോകുന്നത്? അല്ല, എന്നാലും ഈ എന്താ പറയണ്ട, നമുക്ക് ഇതൊരു വലിയൊരു ചെലവാണിത്. ഗ്യാസ് ഇപ്പം വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം നിൽക്കാം. പക്ഷേ ഗ്യാസ് ഇല്ലാതെ ഒന്നും പറ്റും. കുടുംബ ബജറ്റ് മൊത്തത്തിൽ താളം തെറ്റും. തീർച്ചയായും താളം തെറ്റും. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഗ്യാസ് തീരാറായി. 2 സിലിണ്ടർ ഉണ്ട്. പക്ഷെ ഒരെണ്ണം നിറവല്ല, ഒരെണ്ണം തീരാറുമായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇപ്പൊ നമ്മൾ പൈസ നമ്മളെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അടുത്തത് നിറയ്ക്കാം. പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിറച്ചിട്ടില്ല. ഒരു ഗ്യാസ് ഓൾറെഡി തീരാറുമായി. ഇതാണ് അവസ്ഥ. ഇതിപ്പോ ഈ വീട്ടിലെ മാത്രം അവസ്ഥയല്ല, എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു മാസം ചില വീടുകളിൽ 2 ഗ്യാസ് എടുക്കും, ചില വീട്ടിൽ 10-22 ദിവസമൊക്കെ പോകുന്ന ഗ്യാസുകളുണ്ട്. ഇപ്പൊ ഈ വീട്ടിൽ 7 പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി അധികം ഗ്യാസ് വേണ്ടി വരും. ഇന്ന് ഇവിടെ വരച്ചിരിക്കുന്ന കാര്യം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഈ ഗ്യാസ് എത്രത്തോളം നിറവാണ് കാലിയാണെന്നറിയാൻ ഒരു ചോക്ക് വെള്ളത്തിൽ നനച്ച് നീളത്തിൽ വരയ്ക്കുമ്പോൾ ഉണങ്ങിയ ഭാഗത്ത് ഗ്യാസ് ഇല്ല എന്നും നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഗ്യാസ് ഉണ്ടെന്നും. അത് ഇന്ന് ഞാൻ ഗ്യാസ് ഉണ്ട് ചെയ്ത് നോക്കിയതാണ്. ഗ്യാസ് ഇല്ല. അപ്പൊ ഇത്തവണ ഗ്യാസിനകത്ത് ഗ്യാസ് ഇല്ലെന്ന് അടുത്ത് പറയുന്നത് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ വെച്ച് നോക്കിയത്. നനഞ്ഞ ചോക്ക് ഗ്യാസ് ഊറ്റിയിൽ വരച്ചിട്ട് നോക്കിയാൽ അതറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് ഈ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് പെട്ടെന്ന് ഉണങ്ങിയ ഗ്യാസ് ഉള്ള ഭാഗത്ത് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എന്തായാലും ഇതിനകത്തിന് വളരെ കുറച്ച് ഗ്യാസേ ഉള്ളൂ. ഇപ്പൊ ഉമ്മ പറയായിരുന്നു ഗ്യാസ് ബുക്ക് ചെയ്യണമെന്ന് ഇപ്പൊ ഇത്താൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഓരോ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് പ്രശ്നം. കാരണം ഒരു കുടുംബത്തിൽ ഒരാളൊക്കെയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ നമുക്കറിയാം, സാധാരണ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ആയിരിക്കും ആ വീട്ടിലെ ഒരു വരുമാനം എന്ന് പറയുന്നത്, ആകെ വരുമാനം എന്ന് പറയുന്നത്. അതിലൊരു 2,000 രൂപയൊക്കെ ഒരു ഗ്യാസിന് വേണ്ടി നമ്മൾ മാറ്റുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബജറ്റ് താളം തെറ്റുന്നത് തന്നെയാണ്. അതിപ്പം ഗ്യാസിന് മാത്രമല്ല, എല്ലാത്തിനും വില കൂടാണ്. നമ്മളിപ്പോൾ ഗ്യാസിന്റെ കാര്യം മാത്രം പറഞ്ഞു പോകാൻ പറ്റില്ല. മലബാർ ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും വില കൂടാണ്. എന്തായാലും വീട്ടിൽ ഭക്ഷണം വയ്ക്കാതിരിക്കാൻ പറ്റുക എന്നൊരു ഓപ്ഷൻ നമുക്ക് എന്തായാലും ഇല്ല. ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ പണ്ടത്തെ പോലെ അടുപ്പും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിട്ട് പറഞ്ഞതുപോലെ ഗ്യാസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് മുൻപിലില്ല. അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കണം. അത് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് റോഷ്നി നമുക്ക് മനസ്സിലാവുന്നത്.
തീർച്ചയായും ഈ കേരളത്തിലെ വീട്ടമ്മമാരെയൊക്കെ ഓർക്കുകയാണ്. അതിലൊരാളാണ്. അവരെ നോക്കൂ, സിലിണ്ടറിലെ ഗ്യാസ് തീരുമ്പോൾ നെഞ്ചിൽ ആശങ്ക കൂടുകയാണ്. അതിലൊരു ചോക്ക് കൊണ്ട് ഒരു വര വരച്ചാണ് അവർ അതിനെ അളന്നു നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോരുത്തരും ഈ ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. ഓരോ വീടുകളിൽ നിന്നും